പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് നാളെ മുതൽ 20 രൂപ അധികമായി നൽകണം. ഒഴിഞ്ഞ കുപ്പി തിരികെ നൽകിയാൽ പണം തിരിച്ചു കിട്ടും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ 20 ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ 20 രൂപ ഡെപ്പോസിറ്റായി നൽകേണ്ടത്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഇതെങ്ങനെയായിരിക്കും നടപ്പാക്കുക? മനീഷ്, റിജിത്ത്, ഇത് തമിഴ്നാട്ടിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് വിജയം കണ്ട ഒരു സിസ്റ്റമാണ്. ഇത് കേരളത്തിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് നേരത്തെ എക്സൈസ് വകുപ്പ് ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നാളെ മുതൽ കേരളത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി 20 ബീവറേജ് ഔട്ട്ലെറ്റുകളിലാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മദ്യത്തിന് അത് ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയാണ്, രണ്ടാം ഘട്ടത്തിൽ അത് ജനുവരിയിൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 20 രൂപ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇനി ഈ 2 ജില്ലകളിലെയും 20 ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യക്കുപ്പിക്ക് ഒരു കുപ്പിക്ക് 20 രൂപ അധികമായി ഈടാക്കും. അധികമായി ഈടാക്കുന്ന പണം ഈ കുപ്പി തിരികെ ഏൽപ്പിക്കുന്ന സമയത്ത് അത് തിരികെ നൽകും, പണം തിരികെ നൽകും. അതിനുവേണ്ടി പ്രത്യേക കൗണ്ടർ സംവിധാനം അടക്കം നാളെ മുതൽ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണ് ബെവ്കോ കടന്നിട്ടുള്ളത്. നേരത്തെ അത് പരീക്ഷണ ഘട്ടത്തിലല്ലാതെ ആദ്യമേ തന്നെ അതായത് സംസ്ഥാനത്ത് 255 ബീവറേജ് ഔട്ട്ലെറ്റുകളാണുള്ളത്. അങ്ങനെ മുഴുവൻ ബീവറേജ് ഔട്ട്ലെറ്റുകളിലും കൊണ്ടുവന്നാൽ അത് വിജയം കാണില്ല. അതിന് പല രീതിയിലുള്ള ന്യൂനതകളും ഉണ്ടാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ജനുവരി ഇത് വിജയം കണ്ടാൽ ജനുവരിയിൽ സംസ്ഥാനത്ത് 255 ഔട്ട്ലെറ്റുകളിലും ഇത് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് നീങ്ങും. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമല്ല, അതായത് പൊട്ടുന്ന കുപ്പി, ചില്ല് കുപ്പിയിലേക്കും കൂടി മാറ്റുന്നുണ്ട്. നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ഓണക്കാലത്തിന് ശേഷം 800 രൂപയ്ക്ക് മുകളിലുള്ള മദ്യക്കുപ്പികൾ അത് ചില്ലുകുപ്പിയാക്കാൻ, അത് പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കി ചില്ലുകുപ്പിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം കുറയ്ക്കാനും അങ്ങനെ കുറയ്ക്കുന്ന എണ്ണം ഈ രീതിയിൽ റീസൈക്കിൾ ചെയ്യുന്ന ഭാഗമായി തിരികെ ഡെപ്പോസിറ്റ് വാങ്ങിച്ചുകൊണ്ട് ഉള്ളൊരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആണ് നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജീവനക്കാരെ അധികമായി വേണമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ഏജൻസിക്ക് ഇത് കരാറായി നൽകിക്കൊണ്ട് അവർ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഡെപ്പോസിറ്റ് വാങ്ങി ഇതിൻ്റെ റീസൈക്കിൾ നടപടികളിലടക്കം കൊണ്ടുപോകണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പരീക്ഷണ ഘട്ടത്തിലായിരിക്കും. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.